Blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ സ്പെഷ്യൽ എപ്പിസോഡുകളിലേക്ക്, ക്രിസ്മസ് എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ആദ്യമേ തന്നെ ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സാലി ചാക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തൻ്റെ മകൾ അനീതയുടെ ബർത്ത്ഡേ ആണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് അനിതയെ അനുഗ്രഹിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, നല്ല ഒരു ജോലി ലഭിക്കുവാനും അതുപോലെ കർത്താവെ നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകുവാനും അനീറ്റയെ കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. അപ്പോൾ തന്നെ കർത്താവെ, ഹസ്ബൻഡ് ഉണ്ണിക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് കൂടുതൽ വർക്ക് ലഭിക്കുവാൻ അതുപോലെ സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനും അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുകൂടാതെ കേരളത്തിലും മുംബൈയിലും വീട് വാങ്ങുവാൻ കർത്താവെ നീ വഴികൾ തുറന്ന് സഹായിക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം കർത്താവെ ആരോഗ്യവും അതുപോലെ കർത്താവെ എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യവും അങ്ങ് നൽകണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും കർത്താവെ അങ്ങ് നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അനീറ്റ. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഉണ്ണികൃഷ്ണന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനം വിൽക്കുവാൻ മറ്റൊന്ന് വാങ്ങുവാൻ കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ഡയബറ്റീസ് പൂർണ്ണമായും സൗഖ്യമാകാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൻ രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ കർത്താവെ അങ്ങ് അനുഗ്രഹങ്ങൾ നൽകണമേ. തൻ്റെ ക്യാരക്ടറിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയാക്കി കർത്താവ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഞങ്ങൾ ഈ സമയത്ത് ദേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പൈശാചികമായ ശക്തികളിൽ നിന്നുള്ള വലിയൊരു സ്വാതന്ത്ര്യം, മോചനം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഇന്നത്തെ 2 സ്പോൺസേഴ്സിനെയും അങ്ങയുടെ നാമത്തിൽ ലോകം എമ്പാടുമുള്ള ഞങ്ങൾ ചേർന്ന് ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 2015 ആദ്യ നിമിഷങ്ങൾ ആഘോഷിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു നവവത്സരാരാധന 2015. ഡിസംബർ 31 തീയതി രാത്രി 10 മുതൽ 12:30 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് നടക്കുന്ന ഈ മീറ്റിംഗിൽ ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. നവവത്സരാരാധന 2015 ഏവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകളുടെ ഒരു നട്ട്ഷെല്ലിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ആദ്യമേ തന്നെ തരാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടതുപോലെ ബ്ലെസ്സിംഗ് സെൻറ്ററിൻ്റെ വാർഷികം പ്രത്യേക രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. അതുകൂടാതെ ബ്ലെസ്സിംഗ് ടുഡേയുടെ 1000ാമത്തെ എപ്പിസോഡിൻ്റെ സെലിബ്രേഷൻ, സ്പോൺസേഴ്സ് മീറ്റ് ഇതെല്ലാം നടത്തപ്പെട്ടു. ബ്ലെസ്സിംഗ് സെൻറ്ററിലേക്ക് ആ 3 ദിവസങ്ങളിൽ ഉണ്ടായ ജനപ്രവാഹം, ഇറ്റ് വാസ് അമേസിങ്. ഇറ്റ് വാസ് ബ്രേക്കിംഗ് ഹിസ്റ്ററി. അന്ന് നൽകപ്പെട്ട സന്ദേശങ്ങൾ, പലർ നൽകിയ ദൈവിക സന്ദേശങ്ങൾ, അതുപോലെ കേട്ട സാക്ഷ്യങ്ങൾ, കോരിത്തെരിപ്പിക്കുന്ന ദൈവിക അനുഭവങ്ങൾ. അപ്പോൾ തന്നെ ഈ വ്യാഴാഴ്ചയിലെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ്, ഇതെല്ലാം കൊണ്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വീക്കാണ്. ബ്ലെസ്സിംഗ് ടുഡേ വീക്കാണ് ഈ വീക്ക്.
തുടർന്നുള്ള ഇന്നത്തെ പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകർക്ക് അഭിമാനമായി, കൊച്ചി നഗരത്തിന് അഭിമാനമായി ഡിസംബർ 5, 6, 7 തീയതികളിൽ ബ്ലെസ്സിംഗ് ടുഡേയുടെ തറവാടായ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിന്റെ 12ാമത് വാർഷികം ആഘോഷിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതുവരെ നടത്തിയ ദൈവത്തെ ഓർത്ത് നന്ദി പറയുമ്പോൾ ബ്രദർ ഡാമിയന്റെയും സിസ്റ്റർ ക്ഷമ ഡാമിയന്റെയും കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. ബ്ലെസ്സിംഗ് സെന്ററിൽ വന്നുകൂടിയിരുന്ന സകലരും ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. അതിനുശേഷം അഭിഷിക്തന്മാരായ പല ദൈവദാസന്മാരും അനുഗ്രഹിക്കപ്പെട്ട സെഷനുകൾക്ക് നേതൃത്വം കൊടുത്തു. പല സെഷനുകളും ജനങ്ങൾക്ക് ചിരിക്കാനും ചിന്തിക്കാനും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അവസരം നൽകി. ഡിസംബർ 7 ബ്ലെസ്സിംഗ് സെന്റർ ആരംഭിച്ചിട്ട് 12 വർഷങ്ങൾ തികഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്ലെസ്സിംഗ് ടുഡേ കുടുംബത്തിൽപ്പെട്ട അനേകർ അന്ന് എത്തിച്ചേർന്നിരുന്നു. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും അന്ന് വളരെ ശക്തമായ വചന സന്ദേശം നൽകി. ഇത്രയധികം യേശുവിനെ സ്നേഹിക്കുന്ന, ബ്ലെസ്സിംഗ് ടുഡേയെ സ്നേഹിക്കുന്ന ജനങ്ങളോട്, സ്പോൺസേഴ്സിനോട്, അഭ്യുദയകാംക്ഷികളോട്, പ്രേക്ഷകരോട് ഈ ആഘോഷം ഒരു വലിയ വിജയമാക്കിയതിന് നന്ദി പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പ്രസംഗിക്കാൻ പോകുന്നത്. And the message is this. ഈ സന്ദേശം ഇതാണ്: toughened for heavier duty. ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ എടുക്കേണ്ടതിന് Yes. കുറച്ചുകൂടി കരുത്തരാക്കപ്പെടേണ്ട ചില കഠിനമായ ചില പരിശീലനങ്ങൾ. I believe everyone born on earth is born with a very specific assignment from the Lord. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുകയാണ്, ഇവിടെ ഭൂമിയിൽ ജനിച്ചു വീണിട്ടുള്ള ഓരോ വ്യക്തിയും ദൈവത്തിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു നിയമനം ലഭിച്ചിട്ട് ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ജനിക്കപ്പെട്ടിരിക്കുന്നത്. God uses all the tough situations to toughen you so that you can do heavier duties in the days to come. ഇത്തരം സാഹചര്യങ്ങൾ, ജീവിതത്തിന്റെ കഠിനമായ പ്രയാസങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില വലിയ ഭാരിച്ച, ആർക്കും ഇന്ന് വരെ എടുത്തിട്ടില്ലാത്ത ചില ഉത്തരവാദിത്തങ്ങൾ എടുക്കുവാനുള്ള കഠിനമായ പരിശീലന കളരിയാക്കി അതിനെ മാറ്റുകയാണ്. All the negative situations God will use you to bring you to a positive situation. ഓർക്കുക, ഇന്നുള്ള നിങ്ങളുടെ സകല നെഗറ്റീവ് എല്ലാ വേദനയുടെ സാഹചര്യങ്ങളെയും നാളെ ഒരു സന്തോഷത്തിന്റെ പോസിറ്റീവ് സാഹചര്യമാക്കി കർത്താവ് മാറ്റുകയാണ്. I was not born into a millionaire's family. ഞാനൊരു കോടിപതിയുടെ വീട്ടിലൊന്നുമല്ല ജനിച്ചു വീണത്. I had only limited facilities in my home. വളരെ ചെറിയ സാഹചര്യങ്ങളിൽ വളർത്തപ്പെട്ടവനായിരുന്നു ഞാൻ. If my memory serves me right, until I was studying for degree, we didn't have electricity at home. We had only kerosene lamps. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ എൻ്റെ വീട്ടിൽ വൈദ്യുതി ഇല്ലായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു. ഞാൻ മണ്ണെണ്ണ വിളക്കിന്റെ അതിലാണ് പഠിച്ചത്. But I stood first in every class. എന്നാൽ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ഒന്നാമതായിരുന്നു. Why? Because I didn't curse the situation. Instead, I rose up from the situation. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ സാഹചര്യത്തെ ഞാൻ ഒരിക്കലും ശപിച്ചില്ല. ആ സാഹചര്യത്തിൽ നിന്ന് ഉയരുവാനുള്ള ഒരു തൃഷ്ണ എനിക്കുണ്ടായിരുന്നു. When we came to this facility, this was like Hiroshima and Nagasaki. ഈ ഒരു കോമ്പൗണ്ടിലേക്ക് നാം വരുന്ന സമയത്ത് ഹിരോഷിമയും നാഗസാക്കിയും പോലെയായിരുന്നു. I always say, right here there was a pond, a huge pond. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നു, ഇവിടെ ഈ സ്റ്റേജ് ഇരിക്കുന്ന സ്ഥലം ഒരു വലിയ കുളമായിരുന്നു. And we used to fish. ആ സമയത്തൊക്കെ ഇവിടെ ഞങ്ങൾ ചൂണ്ടിയിട്ട് മീൻ പിടിച്ചിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. We had fish fry many times. പലവട്ടവും ഇവിടുന്ന് ഈ സ്റ്റേജ് ഇരിക്കുന്ന കുളത്തിൽ നിന്ന് പിടിച്ച മീൻ എടുത്ത് വറുത്ത് കഴിച്ചിട്ടുണ്ട്. Lunch with fish fry. ഇവിടത്തെ മീൻ വറുത്തതും ചോറും കഴിക്കുന്നു. ചേറുമീനും ചോറും.
We used to have. ഞങ്ങൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. But in those days I used to prophesy to the pond. എന്നാൽ ആ സമയങ്ങളിലെല്ലാം മീൻ പിടിച്ചുകൊണ്ടിരുന്ന കുളത്തെ നോക്കി ഞാൻ പ്രവചിക്കുമായിരുന്നു. One day I am going to stand on you and I am going to preach. ഒരു ദിവസം കുളമേ ഞാൻ നിന്റെ മേൽ നിന്ന് ജനത്തോട് ഞാൻ പ്രസംഗിക്കും. And today I am doing that. ഇന്ന് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. There may be a lot of such marshy places. There may be slushy areas in your life. ഇതുപോലെ തന്നെ ചേറ് നിറഞ്ഞ ചെളി നിറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ, അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ But ഉണ്ടായെന്നിരിക്കും. if you have the guts and backbone to prophesy to all such situations tomorrow, God is a God of resurrections. God is a God of restoration. God is a God of transformation, and He will transform all such situations. ഓർക്കുക, ഇന്ന് ചേറ് നിറഞ്ഞു കിടക്കുന്ന കുളമായി കിടക്കുന്ന പ്രശ്നത്തിന്റെ മുകളിൽ നിന്ന് ദൈവം എന്നൊരുവൻ എന്റെ കൂടെയുണ്ട്. മാറ്റങ്ങൾ വരുത്തുന്നവൻ, രൂപാന്തരം വരുത്തുന്നവൻ, സാഹചര്യങ്ങൾ വരുത്തുന്നവൻ എന്ന് പ്രവചിക്കാനുള്ള നട്ടെല്ല് നിനക്കുണ്ടെങ്കിൽ നാളെ നീ അത് കാണുവാൻ പോകുകയാണ്. Shout a big hallelujah. ശബ്ദമുയർത്തി. When I was a boy, ഞാനൊരു ആൺകുട്ടിയായിരുന്ന സമയത്ത് I had a collection of chisels. Uli. ഉളികളുടെ ഒരു കൂട്ടം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. Because I loved carpentry. കാരണം എനിക്ക് ഈ മരപ്പണി വലിയ ഇഷ്ടമായിരുന്നു. I loved making things. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കൈപ്പണികളൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. I used to make stools and tables. ഞാൻ അന്നൊക്കെ സ്റ്റൂളും അതുപോലെ തന്നെ മേശകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. One day I took all the collection of chisels to a blacksmith. ഒരിക്കൽ എൻ്റെ എല്ലാ ഈ ഉളിയും എല്ലാം അങ്ങനെയുള്ള ആ ആയുധങ്ങളെല്ലാം കൂടെ ഒരു കൊല്ലൻ്റെ അടുക്കൽ കൊണ്ടുപോയി. You know what he did? എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് അറിയാമോ? He put my chisels into fire. അദ്ദേഹം അന്ന് വരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഉളി എടുത്തിട്ട് തീക്കകത്തേക്ക് ഇട്ട് കളഞ്ഞു. And he started using his blower. എന്നിട്ട് അവിടെയുള്ള ബ്ലോവർ ആക്ഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബ്ലോവർ അത് അദ്ദേഹം And powerfully the wind blew at that flame. ആ പമ്പ് താൻ ചലിപ്പിച്ചുകൊണ്ടപ്പോൾ അതിലൂടെ ശക്തമായി കാറ്റ് പുറത്തേക്ക് അതിലൂടെ അടിക്കാനായി തുടങ്ങി. Like that. ഇതുപോലെ കാറ്റ് അടിക്കാനായി തുടങ്ങി. You know what happened? All the chisels became red hot, so bright. എന്താ സംഭവിച്ചെന്നറിയാമോ? എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉളിയുടെ കളറ് മാറി ഇപ്പം തീക്കകത്ത് കിടന്ന് എല്ലാം ചുമന്ന് പഴുത്ത് തിളങ്ങിയ. Then he took a kodil. അത് കഴിഞ്ഞപ്പോൾ ഒരു കൊടിയിലെടുത്തു and took each piece out. എന്നിട്ട് ഓരോ ഉളി കഷ്ണങ്ങളും അദ്ദേഹം വെളിയിലേക്ക് എടുത്തു. And using a hammer he started hitting it. എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ഒരു ഹാമർ, ഒരു ചുറ്റിക എടുത്തിട്ട് അതിന്റെ മുകളിൽ താൻ അടിക്കുവാനായി തുടങ്ങി. Then he put it again in the fire. വീണ്ടും അദ്ദേഹം തീക്കകത്തേക്ക് ഇട്ടു. And then he took it again. വീണ്ടും പുറത്തേക്ക് എടുത്തു. With hammer. വീണ്ടും അടി. And finally, you know what he did? എന്താണ് ഒടുവിൽ ചെയ്തതെന്നറിയാമോ? Red hot chisel he dropped into water. അതിനുശേഷം ഈ ചുട്ട് പഴുത്ത് കിടക്കുന്ന ആ ഉളിക്കഷ്ണം എന്ത് ചെയ്യുന്നറിയാമോ? വേഗം വെള്ളത്തിലേക്ക് ഒരു മുക്കിട്ട് കൊടുത്തു. Then he took it again. എന്നിട്ട് വീണ്ടും പുറത്തേക്ക് എടുത്തു. And he using a file he started sharpening it. അതിനുശേഷം അരമെടുത്തുകൊണ്ട് താന് അതിന്റെ അറ്റങ്ങളെല്ലാം ഇങ്ങനെ മൂർച്ച വെക്കുവാനായിട്ട് തുടങ്ങി. When I went back from there, all my chisels were so sharp. അവിടെ നിന്ന് ഞാൻ ആ കടയിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ ഉളികളും നല്ല മൂർച്ചയേറിയ ഉളികളായിരുന്നു. I used it for many long years. കുറേ വർഷങ്ങൾ പിന്നീട് എനിക്ക് അത് ഉപയോഗിക്കാനായി സാധിച്ചു. This is what is happening in your life. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. When fiery experiences come, ഓർക്കുക, തീക്കകത്ത് കിടക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, when people hit you, അതിനിടയിലോ ചില ജനങ്ങൾ നിങ്ങളെ ഇടിക്കാനും അടിക്കാനും കൂടി തുടങ്ങുമ്പോൾ, when hardships come in your life, വളരെ കഠിനമായ അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, do you know what God is doing? ദൈവം എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? He is sharpening you. ദൈവം നിങ്ങളെ മൂർച്ച വെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. He is making you tough so that you can cut
every obstacle that is coming in front of you. മറ്റേത് കാലത്തെക്കാളും നിങ്ങൾ കഠിനമായി എത്രയും ബുദ്ധിമുട്ടുള്ളതിനെ കീറി മുറിക്കാൻ തക്ക മൂർച്ചയേറിയ ഒരു ആയുധമായി നിങ്ങൾ മാറുകയാണ്. This chisel is not in the blacksmith workshop. ഓർക്കുക, ഈ ഉളി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കൊല്ലന്റെ ആലക്കകത്തിരിക്കുന്നതല്ല. It's only for a season. അത് ചില സമയങ്ങൾക്ക് വേണ്ടി പണിയാനുള്ള സമയത്ത് മാത്രമാണ്. Your കഷ്ടകാലം is only for a season. ഓർക്കുക, നിങ്ങളുടെ കഷ്ടകാലം ചില നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. Book of Romans says, when compared to the glory that is going to be revealed in your life, this small season of suffering is nothing at all. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, വരുവാനുള്ള തേജസ്സിനെ കുറിച്ച് വിചാരിച്ചാൽ ഈ കാലത്തിലുള്ള കഷ്ടങ്ങൾ എത്ര നിസ്സാരമാണ് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? Hallelujah. Hallelujah. But in these seasons, God will toughen you and God will sharpen you. അതുകൊണ്ട് ഈ കാലങ്ങൾ കഠിനമായ പ്രയാസത്തിലോട് പോകുന്നവരോട് പറയട്ടെ, ഈ കാലങ്ങൾ ദൈവം നിങ്ങളെ കഠിനമാക്കി കർത്താവിന് കൊള്ളാവുന്ന വിധത്തിൽ മൂർച്ച വെപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. There is a saying in English and it says, tough times never last, but tough people do. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, കഠിനമായ സമയങ്ങൾ ഒരിക്കലും എല്ലായ്പ്പോഴും നിലനിൽക്കില്ല, പക്ഷേ കരുത്തുള്ള മനക്കരുത്തുള്ളവർ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. കഷ്ടകാലം എന്നേക്കും നിലനിൽക്കുകയില്ല, പക്ഷെ മനസ്സിൽ കരുത്തുണ്ടെങ്കിൽ നീ എന്നേക്കും പിടിച്ചു നിൽക്കും. ആമേൻ. Hallelujah. Clap your hands and shout hallelujah to the Lord. കൈകൾ അടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാലും. In some families, the family head dies early. ചില കുടുംബങ്ങളിൽ കുടുംബനാഥൻ നേരത്തെ മരിച്ചു പോകാറുണ്ട്. And the wife becomes a widow. ഭാര്യ ഒരു വിധവയായിട്ട് മാറ്റപ്പെടുന്നു. Indian culture says, originally Indian culture says, if your husband dies, you have to jump into that fire and die. ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരം പറയുന്നത്, ഭർത്താവ് മരിച്ചാൽ ഭർത്താവിനെ കത്തിക്കുന്ന ചിതയ്ക്കകത്തേക്ക് ഭാര്യയും കൂടെ ചാടി മരിക്കണം. We call it sati. ഇതിനെയാണ് നാം സതി എന്ന് വിളിച്ചിരുന്നത്. But William Carey, Raja Ram Mohan Rai and all others stood up and fought against the social evil. എന്നാൽ ഈ ഒരു സാമൂഹിക വിപത്തിനെ വില്യം കേറി, അതുപോലെ തന്നെ രാജാറാം മോഹൻ റായ് തുടങ്ങിയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ അതിനെ തച്ചുടച്ചു മാറ്റി. You know, from India there rose up one widow, such widow, and her name is Ramabai. ഇങ്ങനെ ഇതുപോലെ ഉയർന്നു വന്ന ഒരു വിധവയുണ്ട്, അവളുടെ പേര് രമാഭായ് എന്നായിരുന്നു. She also became a widow very early. അവളും വളരെ നേരത്തെ തന്നെ ഒരു വിധവയായി മാറ്റപ്പെട്ടു. But she never went around crying and crying, but instead she stood for the Lord. അവൾ എല്ലായിടത്തും കരഞ്ഞുകൊണ്ട് നടന്നില്ല, പക്ഷെ കർത്താവിന് വേണ്ടി അവൾ എഴുന്നേൽക്കുകയാണ് ചെയ്തത്. But it was from her orphanage a revival broke out in India. ഓർക്കുക, അവൾ നടത്തിയ ഒരു അനാഥശാലയ്ക്കകത്ത് നിന്നാണ് ഇന്ത്യയിലെ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടത്. മകളുടെ പേര് ദിവ്യ എന്നാണ്. അവള് മൂവാറ്റുപുഴ എന്നാ വരുന്നേ. ബികോം വരെ പഠിച്ചു, ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സായി. എന്നാൽ ആരും ഒരു ജോലി വിളിച്ചു കൊടുത്തില്ല. ഇവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒരുപക്ഷെ ഇവളുടെ ശരീരപ്രകൃതി കൊണ്ടിട്ടായിരിക്കാം, സംസാരിക്കാനുള്ള ശേഷി കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഒരു ജോലി ഇവൾക്ക് വിളിച്ചു കൊടുത്തില്ല. ഇത് വലിയൊരു വിഷമമായിരുന്നു. ഇവളുടെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഇവള് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം നിരന്തരമായിട്ട് കാണുന്നൊരു കുഞ്ഞാണ്. മൂവാറ്റുപുഴയിലുള്ള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഇവൾ ആദ്യമായിട്ട് പങ്കെടുത്തു. അവിടെ നിന്ന് ആ കുഞ്ഞിന്റെ കയ്യിലിരിക്കുന്ന മൈ പ്രേയർ ഡയറി പ്രാർത്ഥന പുസ്തകം അവൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, എനിക്കൊരു ജോലി ലഭിക്കണം. അങ്ങനെ അത് കഴിഞ്ഞു. അതിനുശേഷം ഒട്ടുമിക്ക ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിലും, അതിന് തുടർന്നുണ്ടായ കോതമംഗലം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവല്, കൂത്താട്ടുകുളം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഒക്കെയും ഇവളൊന്ന് പങ്കെടുക്കുമായിരുന്നു. ഒരേ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, എനിക്കൊരു ജോലി ലഭിക്കണം. ഇതിനിടയിൽ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡാമി ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ച്, ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരു കുഞ്ഞ്, അവൾക്ക് കർത്താവ് ഉടനടി ഒരു ജോലി കൊടുക്കും എന്ന് പ്രാർത്ഥിച്ചു.
ഇവൾ വിശ്വസിച്ചു, ഇവൾ ഏറ്റെടുത്തു. ആരും ജോലി തരാതിരിക്കുന്ന സമയത്ത് ആലുവയിലുള്ള ഒരു പ്രശസ്ത ഓർഫനേജിൽ നിന്നുകൊണ്ട് ഇവൾക്കൊരു ജോലി ഓഫർ ചെയ്തു കൊടുത്തു. 7,000 രൂപ ശമ്പളം തരുന്ന ഒരു നല്ല ജോലി. അവർ പറഞ്ഞാൽ ഓർഫനേജിന്റെ ഓവറോൾ ഇൻചാർജ് എന്നുള്ള രീതിയിലാണ് ഇവളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരി, അതിന്റെ എല്ലാത്തിനും സൂപ്രണ്ടായിട്ട് മാറി. അതിലുപരിയായിട്ട് ഈ മകൾ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരുമില്ല. ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ രാവിലെ 7 മണിക്ക് TV പ്രോഗ്രാം വെച്ചു കൊടുത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം വെച്ചു കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി അവർക്ക് ദൈവവചനം ഇവൾക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ടി ദൈവവചനം കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദിസ് ഈസ് അമേസിംഗ്. നോക്കൂ, എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ഈ പ്രേയർ ഡയറിയിൽ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലിക്ക് വേണ്ടി ഒരു അത്ഭുതത്തിന് വേണ്ടി അവൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിനിപ്പുറത്ത് ആ പേജ് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടികൾ. അതിൽ 7, 11, 14 വെള്ളിയാഴ്ച ദൈവഹിത പ്രകാരം എനിക്ക് ജോലി ലഭിച്ചു. പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്ന പേജിൽ നിന്നും മറുപടി ലഭിച്ച പ്രൈസ് റിപ്പോർട്ടിന്റെ പേജിലേക്ക് ഓരോന്നിനെയും മാറ്റാൻ ദൈവത്തിന്റെ കരം ഇവൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും പ്രവർത്തിക്കും. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. കർത്താവ്, ഈ മോളെ അങ്ങ് അനുഗ്രഹിച്ചതിനാൽ, അവളെ ഉപയോഗിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ലോകം എമ്പാടുമുള്ള അങ്ങയുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. കർത്താവെ, അങ്ങ് തിരുമുഖം ഒന്നുയർത്തി നോക്കുമ്പോൾ, അങ്ങയുടെ ഒരു പുഞ്ചിരിയിൽ അങ്ങൊന്ന് പ്രസാദിക്കുമ്പോൾ, അങ്ങൊന്ന് നോക്കുമ്പോൾ, ഒരു വാക്ക് അങ്ങ് പറയുമ്പോൾ എത്രയോ അത്ഭുതങ്ങൾ ലോകം എമ്പാടും സംഭവിക്കും. കർത്താവെ, നിൻ്റെ കുഞ്ഞുങ്ങളിൽ അങ്ങ് പ്രസാദിച്ചിരിക്കാൻ നന്ദി പറയുന്നു. അങ്ങയുടെ കൈ നീട്ടി രോഗികളെ ഈ സമയത്ത് അങ്ങ് സൗഖ്യമാക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ ഒരു സൗഖ്യം ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കാൻ തുടങ്ങട്ടെ. പ്രത്യേകിച്ച് കിഡ്നികൾക്ക് പ്രയാസമുള്ള വ്യക്തികൾ, കിഡ്നികളിൽ സാരമായ തകരാറുകൾ ബാധിച്ച വ്യക്തികൾ, കിഡ്നി സ്റ്റോൺ ആകാം, പ്രവർത്തിക്കാത്തതാകാം, കിഡ്നിക്കകത്തുള്ള സിസ്റ്റുകളാകാം, ട്യൂമറാകാം, യേശുവിൻ്റെ നാമത്തിൽ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള കിഡ്നികൾ ഈ നിമിഷം മുതൽ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. രക്തത്തിലുള്ള തകരാറുകൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. വിശ്വസിക്കുക. ഈ TV സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വിശ്വസിച്ച് സ്വീകരിക്കാൻ തുടങ്ങുക. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. മാലതി എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് പ്രത്യേകിച്ച് സൗഖ്യമാക്കുന്നുണ്ട്. ഒരു പ്രത്യേക തരം അലർജി ഒത്തിരി ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ സൗഖ്യമായിട്ടില്ല. എന്നാൽ യേശു മാലതിയെ സ്നേഹിക്കുന്നു. ഇന്ന് ദൈവികമായ യേശുവിൻ്റെ കടാക്ഷ നിമിത്തമുള്ള ഒരു സൗഖ്യം കർത്താവ് നൽകുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ അസ്ഥികളിൽ എല്ലാ സന്ധികളിലും വേദനയുള്ള ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ഇൻ ജീസസ് നെയിം ക്യാൻസർ ബാധിച്ചവർ ഇപ്പോൾ സൗഖ്യം സ്വീകരിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം. ഏതോ ഒരു കായിക താരമാണ്, യു ആർ ആൻ അത്ലീറ്റ്, സ്പോർട്സിലും ഗെയിംസിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തി. പക്ഷേ കഴിഞ്ഞ ദിവസം ഏതോ ഒന്നിൽ ഉണ്ടായ ഒരു ആക്സിഡൻറ്റ് നിമിത്തം ഭാവി മുഴുവൻ ഇരുളടഞ്ഞു പോയോ എന്ന് വരെ സംശയിക്കത്തക്ക രീതിയിൽ ശാരീരികമായും മാനസികമായും ഇമോഷണലായും തകർന്നിരിക്കുന്നൊരു കായിക താരത്തെ യേശു കർത്താവ് സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, വലിയ ഒരു സൗഖ്യവും നല്ലൊരു ഫ്യൂച്ചറും ഒരു റീസ്റ്റാർട്ടും യേശു കർത്താവ് തരാൻ പോകുക. വിശ്വസിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ചെവിയിലൂടെ വെള്ളവും പഴുപ്പും ഒലിച്ചിറങ്ങുന്ന ചില വ്യക്തികൾ യേശുവിൻ നാമത്തിൽ ഇൻസ്റ്റൻറ്റേനിയസായി സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ട്യൂമറുകൾ മാറിപ്പോകട്ടെ, മാരകരോഗങ്ങൾ മാറട്ടെ. HIV പോസിറ്റീവായത്
യേശുവിൻ്റെ നാമത്തിൽ അത് മാറി പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ പ്രയാസമോ രോഗമോ ദുഃഖമോ എന്താണെങ്കിലും ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ ദൈവിക രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആഴ്ചയിലെ ഒരു എപ്പിസോഡ് പോലും കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ചിലരോടെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാമിനെക്കുറിച്ച് പറയുക, മറ്റുള്ളവരോട് ഇത് പങ്കുവയ്ക്കുക. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങളും CD-കളും ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: എന്നെ ഓർത്ത് അവനോട് കനിവോടെ പെരുമാറണമെന്ന് ദാവീദ് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? About whom David said to deal gently for his sake. Options: A. Amnon, B. Adoniyav, C. Solomon, D. Absalom. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.